കനകം അടുത്തില്ലാത്തത് കൊണ്ട് എന്തോ പോലെ. ഇന്നലെ വരെ അമ്മ ഈ ഡയലോഗ് പറഞ്ഞെങ്കിൽ കറക്റ്റ് ആയിരുന്നു. കാരണം ചേച്ചി ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ, കടയിൽ പോയതല്ലേ. കടയിൽ പോയതാണെങ്കിലും എപ്പോഴും അവൾ എന്റെ അടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ പോലാണ്. അതമ്മ പറഞ്ഞ ശരിയാണ്. ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് മനസ്സിലായി. അവളോട് ഉണ്ടെങ്കിലേ പിന്നെ അടുക്കള കയറണ്ടല്ലോ, സുഖമായിട്ട് അവിടെ ചെന്നിരിക്കാലോ. അങ്ങനല്ലേ പറഞ്ഞേ? അല്ല, എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയട്ടാ. ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ചേച്ചി ഇവിടെ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ദുഃഖവും അസ്വസ്ഥതയാണ്. ദുഃഖവും അസ്വസ്ഥത എന്തോത്തിന്? അല്ല, ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാലോ. ചേച്ചി തിരിച്ചൊന്നും പറയില്ലല്ലോ. പാവം, അതൊരു പാവമായിപ്പോയി. ഗൗരി, നീ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ കേട്ടോ. അയ്യോ, വരെ വരെ ഒരു വകയും പറഞ്ഞ കേക്കൂല. നമ്മളൊന്നും വഴക്ക് പറയുന്നില്ലല്ലോ, അതിന്റെ കുറവ് നല്ലോണം ഉണ്ട്. എന്താ വെച്ച എന്താ കാര്യം പറ. അയ്യോ, എനിക്കൊരു സന്താനം ഉണ്ടല്ലോ, അതിന്റെ കാര്യം പറഞ്ഞതാ. എന്താണ് അമ്മയും മോളുമായിട്ട് വഴക്കായ? അമ്മയും മോളായിട്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇവിടെ ഒരു കൊച്ചുണ്ടല്ലോ, ആ കൊച്ചു വരെ വരെ എന്റെ കൊച്ചിനെക്കാളും ചെറുതായിട്ടാ വന്നത്. ആര്? പാറുവാ? പിന്നല്ലാതാര്? കാര്യം എന്താന്ന് പറ നീ. എന്റെ അമ്മായി കല്ലൂനാണെങ്കിൽ പുറത്ത് കളിക്കണം, പാറുവിനാണെങ്കിൽ പടം വരയ്ക്കണം. രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് പിച്ചോ മാന്തോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കല്ലു എവിടെ? കല്ലു ദേ വേണമെങ്കിൽ കട്ടിലിന്റെ അടി കയറിയിരിക്കുന്നു. കുളിപ്പിച്ച് വിട്ടതാ. ഇനി നോക്കിക്കോ, ആ ഉടുപ്പ് അപ്പടിയും ചെളിയാക്കും. ഇതിപ്പോ അവളെ രീതിയായിട്ട് വരെയാണ്. രാവിലെ ഒരു ഡ്രസ്സ്, ഉച്ചയ്ക്ക് ഒരു ഡ്രസ്സ്, വൈകുന്നേരം ഒരു ഡ്രസ്സ്. അവളുടെ രീതിയൊക്കെ മാറ്റി കൊടുക്കാം. ചേച്ചിയുടെ കൊച്ചുണ്ടല്ലോ കല്ലു, അവളൊന്നും ചന്നമ്മനെ എടുത്തിട്ട് തല്ലിയാണേ. തല്ല് കിട്ടിയല്ലോ, എന്നാ അതും മേടിച്ചോളം മിണ്ടായിരിക്കും. നിങ്ങളൊക്കെ തന്നെയാ കൊഞ്ചിച്ച് വഷളാക്കണത്. എന്റെ ലച്ചു, നിനക്ക് കൊച്ചിനെ വളർത്താൻ അറിയാൻ വയ്യാത്തിന് നീ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നേ? അമ്മമ്മ ഒന്നും മിണ്ടാരി അമ്മമ്മ. ഡേ, ഇന്ന് എന്തിനാ അവൾ അടിച്ചത്? അയ്യോ, അതിന് ചേച്ചിക്ക് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? അവള് സംസാരിക്കാൻ തുടങ്ങിയ കാലം പോലെ എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നേ. കേശുമാമിന് ഞാൻ കൊല്ലും. അത് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് പണ്ടേ തോന്നിട്ടുണ്ടോ നിന്നെ കത്തിക്കണം. അത് കൊള്ളാല്ലേ. അമ്മയടുത്തും മോടത്തും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ നിക്കുകയാണെങ്കിൽ മാനം വരെയൊക്കെ കേൾക്കണം, അല്ലെങ്കിൽ പൊക്കോണം. അയ്യടാ, പറച്ചില് കേട്ട് തന്നെ തോന്നുന്നു ഞാൻ നിന്റെ ചെലവിലാ നിക്കണേന്ന്. അല്ല, ലച്ചു ഇല്ലെങ്കിൽ കേശുവിന്റെ അന്നം മുട്ടും. എന്തിനമ്മായി അങ്ങനെ പറയണേ? എന്റെ ചേച്ചി ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയൂ? എന്റെ ചേച്ചി എന്റെ കൺകണ്ട ദൈവമല്ലേ. ഒരു അമ്പലം കെട്ടി എന്നെ അവിടെ പ്രതിഷ്ഠിക്കടാ. മിക്കവാറും ഞാൻ പ്രതിഷ്ഠിക്കും. ചേച്ചിയുടെ മോളുടെ ഞാൻ വല്ലതും ചെയ്യുവേ? ചെയ്തോ, എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മേടിച്ചോണ്ടെങ്കിൽ വന്നാ മതി. പാറുടെ ആവശ്യമൊന്നും ചെയ്യില്ല കേട്ടോ, കൊച്ചാണത്. ഞാൻ അവളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം. അവളെന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവളെന്റെ പിക്ചറില്ലേ വലിച്ചു കയറി. പിക്ചർ വലിച്ചെറിയുന്നാ? അത് നീ വരച്ചത് നമുക്ക് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും. അമ്മായി ഒന്ന് പോയേ. അമ്മായി ഒന്ന് പോയെന്നോ? പാറുവേ. സാരയില്ല അമ്മ, വരെ അവക്ക് ഒരു ബഹുമാനവും ഇല്ല. എനിക്കിതിപ്പോ ശീലമായി. അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് അരി മേടിച്ച് തന്നിട്ട് അമ്മായി അടങ്ങത്തുള്ളോ? ഞാനേ ഇപ്പൊ വരാട്ടാ. ആ പാറൂരെ ഒന്ന് വഴി തിരിച്ചു വിട്ടെ, അല്ലെങ്കിൽ നേരെ ഇപ്പൊ കല്ലൂരിന്റെ അടുത്ത് ഒന്ന് വീണ്ടും വഴക്കുണ്ടാക്കും. പിടിച്ചു മാറ്റാൻ പോകുന്ന നല്ല ബെസ്റ്റ് ആളാ. കല്ലു, அல்லுமா அல்லுமா, உஷோ பால் குடிக்க வேண்டாமா கல்லு? வேண்டாம். அப்படி சொல்லக்கூடாது கண்ணா. பால் குடிச்சாதான் பெரிய பொண்ணாவ. பால் മാത്രം കുടിച്ചാ പോരാ, പിന്നെ என்ன வேணும்? കളിക്കാൻ വേണം. களிக்கணும், அவ்வளவுதானே. பாரு குഞ്ഞம்மா இப்ப சண்டை போட்டுட்டு இருக்கா, அப்புறம் உன் கூட விளையாட வருவா. இப்ப நீ முதல்ல பால் குடி. പാർക്കുഞ്ഞമ്മ എന്റെ കൂടെ കളിക്കാൻ വരണ്ട. ஐயோ, அப்படி சொல்லக்கூடாது. പാർക്കുഞ്ഞമ്മ എന്റെ അടുത്ത് ഭയങ്കര തല്ലുകൊടുത്തോ? നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര തല്ലുകൊടുത്താണല്ലേ? ഞാൻ വരച്ച പടം നീയല്ലേ കീറി കളഞ്ഞത്? എന്നിട്ട് ഞാൻ ഭയങ്കര തല്ലുപിടുത്തമാണ്. അതെന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടല്ലേ? ദൈവമേ, ഇവിടെ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ എന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് ഞാനാ വഴക്കുണ്ടാക്കിയെന്നാ? കള്ളം പറഞ്ഞ നല്ലത് തരുവേ. പിന്നെ നീ കൊറേ എനിക്ക് തരും. എന്റെ എന്തോ മാങ്ങ അടിക്കാൻ പോവോ? ഇത് ലച്ചിന്റെ മോള് തന്നെ. யோ கேசு, மெதுவா சொல்லு. லெச்சு கேட்டுனா உங்ககிட்ட சண்டை போட வருவா. മക്കളെ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നീ തീർന്ന് നിന്റെ അമ്മയടുത്ത് പറയണം. അവസാനം നിന്റെ അമ്മ പടം എടുത്തോണ്ട് വരിക എന്നെ കൊല്ലേ. വേണ്ട, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ഒരു ബഹളം? പാറു പിന്നെ കൊച്ചിന്റെ അടുത്ത് അടി ഉണ്ടാക്കിയ?
ഞാൻ കൊച്ചിന്റെ അടുത്ത് അടി ഉണ്ടാക്കിന്ന എപ്പോഴും എന്റെ പേരങ്ങ് എടുത്തിട്ടോണം. പേര് എന്റെ പേര് എടുത്തിട്ട് കൊള്ളാല്ല, അടി ഉണ്ടാക്കാനുള്ള അടുത്ത തലമുറ വളർന്നു വരുന്നുണ്ടാ. എല്ലാരും പോവാ ഇവിടുന്ന്. സമാനം എന്താ? തനിക്ക് സമാനം വേണമെങ്കിൽ താൻ പോടോ. കേശുവേ മിണ്ടായിരടാ, കൊച്ചു ഭയങ്കര വിഷമത്തിലല്ലേ, നിനക്ക് പറയാൻ പാടുണ്ടോ? கல்லுமா செல்லம் இல்ல அதெல்லாம் விட்டுடு. இப்ப நீ பால் குடி. എനിക്ക് വേണ്ട. அப்படி சொல்லக்கூடாது செல்லம். பால் குடிடா. എനിക്ക് വേണ്ട. എന്റെ കൂടെ ആരെങ്കിലും കളിച്ചാ ഞാൻ പാൽ കുടിക്കാം. പാറൂട്ടാ, കുഞ്ഞിനോട് കളിക്ക്. ഞാൻ ഇനി ഒരിക്കലും ഇവളുടെ കളിക്കത്തില്ല. ഇവള് ഭയങ്കര അലമ്പ. പാർക്കുഞ്ഞമ്മയല്ലേ തളിപ്പൊളി പാർക്കുഞ്ഞമ്മ. നീ എന്തേലും മേടിക്കുവേ? മേടിക്കുന്ന. അയ്യോ അടിക്കുന്ന. അടിക്കുമെന്ന് പറയുന്നതിന് മുമ്പേ അടിച്ചിരിക്കും. ലച്ചുവിന്റെ അല്ലേ മോള്? അല്ല പിന്നെ. അമ്മമ്മ എല്ലാം കണ്ടേനങ്ങ് ചിരിച്ചോട്ടാ. ഇവള് വഷളായി വരുക. എന്തായാലും നിന്റെ അത്രയും വഷളല്ല. അത് തന്നെ. അതെ, ആരെങ്കിലും എന്റെ കൂടെ കളിക്കാൻ വരുമോ? എനിക്കൊന്ന് കളിക്കണം. കളിച്ചു കഴിഞ്ഞാ മക്കളെ പ്രശ്നം മാറോ? ആ അമ്മ ഒരു കാര്യം ചെയ്, കുഞ്ഞിനോട് കളിക്ക്. ആഹാ, അത് കൊള്ളാമല്ലോ. ഈ വയസ്സാം കാലത്ത് ഞാൻ പോയി കൊച്ചിന്റെ കൂടെ കളിക്കണം. നിങ്ങൾക്കൊക്കെ എന്താ ഇവിടെ പണി? അമ്മ ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ? അമ്മായിക്കൂടെ ഒരു പണിയില്ലല്ലോ. കൊച്ചിന്റെ കൂടെ ഇച്ചിരി നേരം കളിച്ചെന്ത് കുഴപ്പം? ആര് പറഞ്ഞു എനിക്ക് ഒരു പണിയില്ലെന്ന്? എനിക്ക് ഇഷ്ടംപോലെ പണി ചെയ്യാറുണ്ട് അല്ലേടാ. മാറും, ഞാൻ പോണേ. ഗൗരി അമ്മായി മുങ്ങി. കല്ലേ ഇപ്പൊ എന്തിനാണ് നിനക്ക് എന്തെങ്കിലും കളിക്കണം? അത്രയല്ലേ ഉള്ളൂ. നല്ല മധുരയിലുള്ള സ്പെഷ്യൽ കളിയിൽ ഇറങ്ങുന്ന ആളാണ് കനയാൻറ്റി. എൻ്റെ അടുത്ത് വരും. ஐயோ நான் இல்ல கல்லு. எனக்கு கிச்சன்ல நிறைய வேலை இருக்குடா. நான் போட்டும். മുങ്ങി കണ്ടാ? അതെ, നിങ്ങൾ കുഞ്ഞമ്മ മോളുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലയോ? ഇപ്പൊ ഇച്ചിരി പിണക്കമാണെങ്കിലും നിങ്ങൾ രണ്ടുപേരോടെ പോയി കളിക്കും. അമ്മമ്മ അത് ഈ ജന്മത്ത് നടക്കൂല. അമ്മമ്മ അതങ്ങോട്ടേ. എന്റെ കൂടെ ആരെങ്കിലും കളിക്കാൻ വാ. ഒന്ന് ചെല്ലടാ. നീ ഒന്ന് ചെല്ല്. കളിക്കാം. ആയില്ല. ചക്കര ഈശോവനല്ലേ? മഞ്ചേരല്ലേ? ശരി ശരി ശരി. എങ്ങനെ മടി എന്തിനാണ് കളിക്കണം? അത്രയല്ലേ ഉള്ളൂ. ശരി കളിക്കാം. വാ അല്ലൂടെ പറ, നമുക്കോ എന്ത് കളി കളിക്കാം? ശേഷം നമുക്ക് ആന കളിക്കാം. ആനേ? അതൊരു നല്ല കളിയാ. കേശു ആന, ഗജവീരൻ പടവലം കേശു. ആനച്ചന്തം ഗണപതി മേളച്ചന്തം ആനച്ചന്തം ഗണപതി മേളച്ചന്തം എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം ഇത്തിരി ഹിന്ദി ചന്തം ആവോ ദാ ദാ അങ്ങനെ 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 ആവോ എന്തത് ആവോന് ആനച്ചന്തം ഗണപതി മേളച്ചന്തം ആനച്ചന്തം ഗണപതി മേളച്ചന്തം